JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് 12 നടന്ന LD ടൈപ്പിസ്റ്റ് വേരിയസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഒക്കെ റിസൾട്ട് ഉടൻ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പല ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PSC നിന്ന് മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഈ സാഹചര്യത്തിൽ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പല ഉദ്യോഗാർത്ഥികൾക്കും പറ്റാറുള്ള ഒരു അബദ്ധമാണ്. നമ്മൾ PSC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന അവസരത്തിൽ PSC അതിനു വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് പീരീഡ് പറയും. അത് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ ആ സമയത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരുടെ ഒരു കാര്യവും അല്ല അവരുടെ യാതൊരുവിധ പ്രശ്നങ്ങളെ കുറിച്ചും PSC അംഗീകരിക്കാൻ സാധ്യത കുറവായതിനാൽ എല്ലാ ഉദ്യോഗാർത്ഥികളും PSC പറഞ്ഞിരിക്കുന്ന ആ തീയതിക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തുല്യതാ സർട്ടിഫിക്കറ്റ് PSC ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രസ്തുത തുല്യതാ സർട്ടിഫിക്കറ്റ് ഞാൻ പല ഉദ്യോഗാർത്ഥികളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തത്തുല്യം വെച്ച് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തുല്യതാ സർട്ടിഫിക്കറ്റ് PSC ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തുല്യതാ സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ മേടിച്ചു വയ്ക്കണം എന്ന് ഞാൻ പല ഉദ്യോഗാർത്ഥികളോടും പല അവസരങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് മേടിച്ചു വച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സമയത്ത് പോയി നിങ്ങൾ തുല്യതാ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയാൽ ആ സമയത്ത് അത് കിട്ടാതെ വന്നാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയാൽ പിന്നീട് PSC യാതൊരുവിധ പരിഗണനയും അതിനു വേണ്ടിയിട്ട് നൽകാൻ സാധ്യത വളരെ കുറവായതിനാൽ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും തുല്യതാ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ തുല്യതാ സർട്ടിഫിക്കറ്റ് മേടിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ തീയതിക്കുള്ളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പല ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമുണ്ട്. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ കീ വന്നപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് എത്രയാണെന്ന് അതിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. അപ്പോൾ കട്ട് ഓഫ് മാർക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്കും തമ്മിൽ തുല്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് OMR ഷീറ്റിന് റിക്വസ്റ്റ് കൊടുക്കുകയോ OMR ഷീറ്റ് ആയിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ പരാതിക്ക് പോവുകയും പരാതി കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങളുടെ പരാതി യാഥാർത്ഥ്യമാണെങ്കിൽ കൃത്യമായിട്ടുള്ളതാണ് എങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ അഥവാ ഷോർട്ട് ലിസ്റ്റിലും ഇല്ല എങ്കിൽ നിങ്ങൾ എനിക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നില്ല എനിക്ക് കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PSC പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ല ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. അത് കൃത്യമായിട്ട് തന്നെ ഓരോരുത്തരും കൃത്യമായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ LD ടൈപ്പിസ്റ്റിന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസം ഞാൻ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ സിലബസും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ LD ടൈപ്പിസ്റ്റ് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അതുപോലെ തന്നെ കോൺഫിഡൻസ് അസിസ്റ്റന്റ് എല്ലാ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ JKR അക്കാഡമി വഴി പ്രൊവൈഡ് ചെയ്ത റാങ്ക് ഫയൽ വെച്ച് പഠിക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം കണ്ട് ഞാൻ എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു 80% ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പല ഉദ്യോഗാർത്ഥികളും കഴിഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അതുപോലെ LD ടൈപ്പിസ്റ്റിന്റെ പരീക്ഷകൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് വരികയും ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ക്ലാസ് കാണുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അവരൊക്കെ തന്നെ ഒരു മെസ്സേജ് ചെയ്യണം. പലരും മെസ്സേജ് ചെയ്യാൻ മടിയാണ്. എനിക്ക് നമ്മുടെ അക്കാഡമി വഴി പഠിച്ചാണ് അല്ലെങ്കിൽ റാങ്ക് കിട്ടിയത് അല്ലെങ്കിൽ സാറിന്റെ ക്ലാസ് കണ്ടാണ് റാങ്ക് കിട്ടിയത് എന്ന് പല ഉദ്യോഗാർത്ഥികളും പറയാറില്ല. എങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ അക്കാഡമിയുടെ വിജയം അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമി. എൻ്റെ അക്കാഡമി അല്ല, നമ്മുടെ അക്കാഡമിയാണ്. നമ്മുടെ അക്കാഡമിയുടെ വിജയം എന്ന് പറഞ്ഞാൽ
ഈ നിങ്ങളുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നിങ്ങൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഉള്ള സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ക്ലാസ് കണ്ടിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരികയും അതുപോലെ തന്നെ ജോലി ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരോടും നമ്മൾ പറയുകയും പരമാവധി ഉദ്യോഗാർത്ഥികളെ നമ്മുടെ അക്കാഡമിയിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അക്കാഡമിയുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരും അതിന് നമ്മുടെ അക്കാഡമിയെ കുറിച്ച് വ്യക്തമായിട്ട് എല്ലാവരും പറയുകയും നമ്മുടെ ക്ലാസ്സുകളുടെ ലിങ്കുകളെല്ലാം തന്നെ പലരിലേക്കും എത്തിച്ചു കൊടുക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി LD വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഒക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.